നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തിന്റെ സ്വത്തും പണവും അത് സ്വന്തമാക്കണം. അത് കഥ എഴുതിയവർക്കാണോ അതോ അഭിനേതാക്കൾക്കാണോ എന്ന് വ്യക്തമല്ല. ജാസ്മിൻ വിശാലിനെ വിവാഹം കഴിക്കണം എന്നുള്ള കടുംപിടുത്തത്തിന് പിന്നിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും കെട്ടാൻ പോകുന്ന ചെക്കന്റെ വീട്ടില് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ ഒന്ന് താമസിക്കോ? അങ്ങനെ നോക്കുമ്പോ അവളും അവക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തവരും ഈ കുടുംബത്തിന്റെ സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ചെറിയമ്മ പറഞ്ഞത് വളരെ ശരിയാ. വിശാൽ സാറ് എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയതോടെയാ എല്ലാ സംഭവങ്ങളുടെയും തുടക്കം. അമ്മയും പ്രതാപൻ സാറും എനിക്കെതിരെ തിരിയാനുള്ള കാരണവും ഈ സ്വത്ത് വകകൾ എന്റെ പേരിൽ എഴുതിയതുകൊണ്ട് മാത്രം. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണവും ഇതൊക്കെ തന്നെയാ. വിശാല് നിന്നെ വിവാഹം കഴിച്ചപ്പോ തുടങ്ങിയതല്ല ഈ നീക്കങ്ങൾ. അതിനു മുമ്പേ ഗായത്രി ചേച്ചി മരിക്കുന്നതിനു മുമ്പേ അവർ ഈ നീക്കങ്ങൾ തുടങ്ങിയതാ. ഗായത്രി ചേച്ചിയുടെ ഡ്രൈവറായിരുന്നു ഈ പ്രതാപൻ. പ്രഭാവതി ഗോപിയേട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഗോപിയേട്ടന്റെയും ഗായത്രി ചേച്ചിയുടെയും വിശ്വസ്തനായിരുന്ന ശേഖരൻ എന്ന ആളുടെ ഭാര്യയായിരുന്നു പ്രഭാവതി. അയാളുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞ് രഹസ്യമായി നമ്മുടെ കമ്പനിയിൽ കയറിക്കൂടിയ പ്രഭാവതി ഗായത്രി ചേച്ചിയുടെ മരണശേഷം ഗോപിയേട്ടനെ മയക്കി അദ്ദേഹത്തിന്റെ ഭാര്യയായി. അവള് ശേഖരനെ ഒഴിവാക്കി നമ്മുടെ കമ്പനിയിൽ കാല് കുത്തിയ നിമിഷം മുതൽ ഈ കുടുംബത്തിന്റെ ശനിദശ തുടങ്ങി. സത്യം പറഞ്ഞ ജതിനെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നേ, പ്രഭാവതിയെയാ. ഇതെല്ലാം അവളുടെ വക്രബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾ തന്നെയാ. ഇനി അവളുടെ ലക്ഷ്യം മുഴുവൻ ആ മാജിക് ബോക്സിന്റെ കാര്യത്തിലാവും. ആ പഴയ മ്യൂസിക് കേട്ടുകൊണ്ട് നിന്ന ചെറിയമ്മയുടെ മുന്നിൽ അമ്മ എത്തി അത് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിൽ ചെറിയമ്മ ഉറപ്പിച്ചോ ആ പെട്ടി ചെറിയമ്മയുടെ കയ്യിലുണ്ടെന്ന് അമ്മ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെയും അത് അവിടെ നിന്ന് എടുക്കാൻ അമ്മ ശ്രമിക്കും. അത് നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ടി വരും. ഇല്ല മോളെ, നീ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ അവള് കയറിയിറങ്ങാൻ മടിക്കുന്ന ഒരു മുറിയേ ഉള്ളൂ. അതെന്റെ മുറിയാ. അതിനൊരു കാരണമുണ്ട്. അതെന്താന്നറിയോ പാർവതിക്ക്? ഇല്ല, അതിന്റെ പുറകിലും കഥയുണ്ടോ? കഥയൊന്നുമല്ല, ഒരു നിസ്സാര കാരണം. പ്രഭാവതി ഈ കുടുംബത്തിലേക്ക് വരുമ്പോ വിശാല് വളരെ ചെറുതാ. അവന്റെ കാര്യങ്ങളെല്ലാം ഗായത്രി ചേച്ചി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനാ അവനെ നോക്കിക്കൊണ്ടിരുന്നേ. അവന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ എന്റെ മുറിയിലേക്ക് പ്രഭാവതി പലപ്പോഴും വരുമായിരുന്നു. അതൊന്നും വിശാലിന് ഇഷ്ടമല്ലായിരുന്നു. എന്റെ മുറിയിൽ അവനെ കാണാൻ വരരുതെന്ന് അവൻ അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അന്നു മുതല് അവരെന്റെ മുറിയിൽ കയറാറില്ല. പിന്നീട് വിശാലിനെ എങ്ങനെ അവളുടെ പക്ഷത്താക്കിയെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ചെറിയമ്മ ആ പെട്ടി നഷ്ടപ്പെടാതെ നോക്കണം. അതിനുള്ളിലുള്ള രഹസ്യം പുറത്താവുന്നതോടെ പലരുടെയും മൂടുപടം അഴിഞ്ഞു വീഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.